ഹലോ, ഐ എം ഫഹീം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 2025 മാർക്ക് എന്ന് പറയുന്നത് 608 ആയിരുന്നു. അപ്പോൾ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 886 ആണ്. അപ്പോൾ ഇന്ന് വന്നത് എങ്ങനെ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരുന്നു എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ്. ഞാൻ ഇങ്ങനെ വേറുള്ള ഒരാള് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്ന ആ സമയം വരെ ഞാൻ കാത്തു നിൽക്കാറില്ല. ഞാൻ ഇങ്ങനെ സ്വയമായിട്ട് മോട്ടിവേറ്റഡ് ആവാനുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവാറാണ് പതിവ്. അപ്പൊ അതിന് ഉപയോഗിച്ച എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. അതിന് തന്നെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് കോൺഫിഡൻസ് തരുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാം. അല്ലാത്തവരോടും സംസാരിക്കാം. ഓഫ്കോഴ്സ് നമ്മൾ ഒരിക്കലും ബന്ധം വേർപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക ഉറപ്പായിട്ട് നമുക്ക് കോൺഫിഡൻസ് മോട്ടിവേഷൻ ഒക്കെ നമുക്കൊരു ധൈര്യം തരുന്ന ആൾക്കാരോടാണ് നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യാറ്. വിചാരിച്ച് കുറെ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നല്ല, നമ്മൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന ടൈം അധികം അവരുമായിട്ടാണ്. അപ്പൊ നമുക്കൊരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ എല്ലാത്തിലും, പഠിത്തത്തിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് എഴുതുന്നത് നമ്മൾ ബുക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇങ്ങനെ NCERT വായിക്കുക, നമ്മളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് പോകുന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ പോവാറില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ വലിയ കടുകട്ടി ജെയ് അഡ്വാൻസിന് പഠിക്കുന്നവർക്ക് പോലും കിട്ടാത്ത ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളെ ആ ലെവലിലേക്കൊന്നും നമ്മൾ ഒരിക്കലും പോവാറില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് ആണെങ്കിൽ പോലും അത്ര ലെവലൊന്നും അല്ല ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നല്ലാതെ ആ ലെവലിലൊന്നും അല്ല ക്വസ്റ്റ്യൻ വന്നത്. നമ്മൾ ആ ഒരു ടൈം കിട്ടിയില്ല, മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ നമ്മൾ അത്യാവശ്യം നമ്മൾ കോൺഫിഡൻസ് ആയിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അധികം ചെയ്യുക. പിന്നെ ഇടക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ട് അത്യാവശ്യം ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ചെയ്യും. പക്ഷെ കോൺഫിഡൻസ് പോകുന്ന കണ്ടാൽ നമ്മളപ്പം തന്നെ മാറ്റും. അതുപോലെ തന്നെ NCERT വായിക്കുക, ഫിസിക്സും കെമിസ്ട്രി ചിലതൊക്കെ കുഴപ്പമില്ല. പക്ഷെ ചില NCERT വായിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല പാട് തന്നെയാണ്. ഫിസിക്സ് അധികം ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല പണിയാണ്. നമുക്ക് ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ വായിക്കുന്നത്. അധികം പേരുകൾ മാത്രമേ നമുക്ക് മനസ്സിലാവാറുണ്ടാവുള്ളൂ. അതന്നെ അധികം നീറ്റിനൊന്നും ചോദിക്കാറില്ല ഇപ്പോൾ NCERT പേരുകളൊന്നും. ഫിസിക്സും കെമിസ്ട്രിയും, ബയോളജി അഫ്കോഴ്സ് ചോദിക്കും. അപ്പോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ നീറ്റ് ലെവലിൽ തന്നെ പഠിക്കണം അഫ്കോഴ്സ്. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് പോകുന്ന ലെവലിലേക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ സിലബസിന്റെ അപ്പുറത്തേക്ക് പോവുക, അപ്പോഴൊക്കെ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കുറയും. അതിന് ക്വസ്റ്റ്യനും വരലുണ്ടാവില്ല. നമ്മൾ വെറുതെ ടൈം കളയാ, കോൺഫിഡൻസ് കളയാ എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് ഉപകാരം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ലെവലിലേക്കൊന്നും നമ്മൾ പോവാതെക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ചെയ്തിരുന്ന പറയുമ്പോ ഞാനിങ്ങനെ അധിക സമയം ഇപ്പോ നമ്മളെ വീക്കിലി തന്നെ 3 ഡേ ഫോൺ കോൾ ഡേ ഒക്കെയാണ്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുക, അങ്ങനത്തെ ഓരോ സെറ്റപ്പുകളാണ്. ഞാൻ മൊബൈലിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരു സ്വഭാവമാണ്. നമുക്ക് ആ ടൈമിൽ പഠിക്കാനും കഴിയില്ല, മൊബൈൽ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ടൈമിൽ ഞാൻ അങ്ങനെ റീൽസ് അങ്ങനെ കാണുമ്പോൾ നമ്മൾ നല്ല നല്ല മോട്ടിവേഷൻ തരുന്ന റീൽസ് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും. പിന്നെ ലാസ്റ്റ് ഒക്കെ മന്തായപ്പോ ഞാൻ ലാസ്റ്റ് ഒരു 3 months ഒക്കെ ആയപ്പോൾ ഞാൻ ആ റീൽസ് മാത്രമേ കാണാറുള്ളൂ. ആ ഒരു മോട്ടിവേഷൻ തരുന്ന റീൽസ് വന്നിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനുമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ റീൽസിന്റെ കഥ ഇങ്ങനെ ആലോചിച്ച് അന്നത്തെ ദിവസം മൊത്തം പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ നമ്മൾ അത്യാവശ്യം എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു റീല് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാസ്റ്റ് മന്ത് ഞാൻ കുറെ വട്ടം കണ്ട റീലാണ്. ആ സോങ് വെച്ചിട്ട് ഞാൻ ഒരു റീൽ ഉണ്ടാക്കിയത്. ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നീറ്റ് പറഞ്ഞിട്ട് ഒക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു ആ പാട്ടൊക്കെ കേട്ടിട്ട്. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് പറയുമ്പോൾ നമ്മൾ കുറെ നേരം പഠിച്ച് ഇങ്ങനെ മടുത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഡോക്ടറിന്റെ കോട്ട്, അങ്ങനെ ഒരു ഡോക്ടർ സെറ്റപ്പ് നമ്മളിങ്ങനെ ഓടിപ്പായി നടക്കുന്നു. ആ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ അങ്ങനെ ആലോചിക്കും. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ഇങ്ങനെ ഇത് കിട്ടണം, ഇതാണ് ബേസ് എന്നൊക്കെ ഉള്ള ലെവലിൽ നമ്മൾ പിന്നെയും പഠിച്ചു തുടങ്ങും. അത് നമ്മൾ ചെറിയ നാപ്പ് എടുക്കുന്ന സമയത്താണ് നമ്മൾ അത് ചെയ്യുക. നമ്മളിങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്യും നമ്മൾ എന്തേ കാര്യം. അല്ലാതെ എപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും തിങ്ക് ചെയ്തിട്ട് ലാസ്റ്റ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം. നമ്മൾ ഇടയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ റെസ്റ്റിനായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അത് ഭയങ്കര ഒരു ഉപകാരമാണ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസും തരും. ഇനി പഠിക്കണം എന്നുള്ള ആ ഒരു ഇത് വരും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്നതാണ്, നമ്മളിങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇത്രങ്ങാനും ശമ്പളം നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷമോ 5 ലക്ഷമൊക്കെ ശമ്പളം കിട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു 50 കൊല്ലത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഇങ്ങനെ ഈ 3 മാസം കൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ ഇത്ര സമ്പാദിക്കുന്ന ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരിക്കലും വെറുതെ അല്ല എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഇത്രങ്ങാനും ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് പഠിത്തത്തിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവിക്ക് വേണ്ടി. അപ്പൊ അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആവാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ എല്ലാവർക്കും മോട്ടിവേറ്റഡ് ആവാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ നമ്മളിങ്ങനെ വേറെ മോട്ടിവേഷൻ വീഡിയോസോ അങ്ങനൊന്നും കാണുന്നില്ല. നമ്മളെ ചുറ്റുഭാഗത്ത് തന്നെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ലിസൺ ചെയ്താൽ മതി. ഇപ്പം സാറുമാർ പറയുന്നതാണെങ്കിലും ചില സംഭവങ്ങൾ സാറുമാർ തന്നെ പറയാം. അപ്പൊ നമുക്കൊക്കെ നമ്മളത് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. പലരും പല രീതിക്ക് മോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഇപ്പോ ചില റൂമിലൊക്കെ ഇങ്ങനെ നോട്ടൊക്കെ എഴുതിയിട്ട് ഡോക്ടർ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഹാർട്ടിന്റെ ചിത്രം വരയ്ക്കുക, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പിന്റെ ചിത്രം വരയ്ക്കുക, മുന്നിൽ സ്റ്റഡി ടേബിളിന്റെ മുന്നിലൊക്കെ വരയ്ക്കുക, അതുപോലെ തന്നെ ബുക്കിൽ എഴുതിയ ഡോക്ടർ കൂടെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ട്രൈ ചെയ്യാറുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക മോട്ടിവേറ്റഡ് ആവാന്. പിന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ വേറെ ഇതിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ തന്നെ നമുക്ക് മോട്ടിവേറ്റഡ് ആവാവുന്നതേ ഉള്ളൂ. നമ്മള് പല സംഭവങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവാൻ വേണമെങ്കിൽ അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.